അമേരിക്ക വെനിസ്വേലയ്ക്ക് മേൽ നടപടിയെടുത്തു, അവിടുത്തെ ഭരണാധികാരിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ശരിക്കും ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്, ചരിത്രം? ഇതിൻ്റെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്നത് 1823-ലാണ്. അതായത് ഈ അമേരിക്ക എന്ന് പറയുന്നത് രണ്ട് ഭൂഖണ്ഡങ്ങളാണല്ലോ, തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും. അതെ. ഇവിടെ ഒരു തദ്ദേശീയ ജനത പണ്ടുണ്ട്. അതായത് അവരെ നമ്മൾ റെഡ് ഇന്ത്യൻസ് ആണല്ലോ നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്, നേറ്റീവ് അമേരിക്കൻസ്. അതെ, അതായത് റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ പഴയ പദമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല. തദ്ദേശീയ അമേരിക്കൻ പ്രാചീനമായിട്ടുള്ള വർഗ്ഗക്കാർ. അപ്പം അവരോടുള്ളപ്പം യൂറോപ്യൻസ് അവരിങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസും പിൽക്കാലത്തെ സഞ്ചാരികളും ഒക്കെ ഈ പ്രദേശങ്ങളിൽ ചെന്ന് ഈ ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു യൂറോപ്യൻ കുടിയേറ്റം അങ്ങോട്ടുണ്ടാവുക. യൂറോപ്യന്മാർ കുടിയേറി പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അതായത് ഇംഗ്ലണ്ടിൽ നിന്നുണ്ടായി, സ്പെയിനിൽ നിന്നുണ്ടായി, പോർച്ചുഗലിൽ നിന്ന്, ഇങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാർ കുടിയേറുകയാണ്. ഇങ്ങനെയൊക്കെ വന്ന് കോളനി വാഴ്ചക്കാലം തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അവിടെ ചെന്ന യൂറോപ്യന്മാർ തന്നെ അവനവൻ്റെ സ്വന്തം രാജ്യങ്ങളുടെ കോളനി മേധാവിത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര രാഷ്ട്രങ്ങളോട് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതാണ് നമ്മളിന്ന് കാണുന്ന USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പം അമേരിക്കയുടെ ഫൗണ്ടിങ് പ്രസിഡൻ്റ് അറിയാം നമുക്ക്, വാഷിങ്ടൺ. മാത്രമല്ല അന്ന് വേറെ കുറച്ച് നേതാക്കന്മാരുണ്ട്. എന്ന് വെച്ചാൽ അമേരിക്ക സ്ഥാപിച്ച ചില നേതാക്കന്മാരുണ്ട്. അതിലൊരു പ്രധാനിയായിട്ടുള്ള ആളാണ് ജെയിംസ് മൺറോ. അദ്ദേഹം അമേരിക്കയുടെ 5ാമത്തെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഈ അമേരിക്കയുടെ സ്ഥാപക നേതാക്കന്മാരിൽ അവസാനത്തെ ആൾ എന്ന് പറയുന്ന ആൾ 1823, അതായത് 1817-നും 25-നും ഇടയ്ക്കാണ് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നത്. 1823 അദ്ദേഹം ഒരു നയം പ്രഖ്യാപിച്ചു. അതിൻ്റെ പേര് മൺറോ ഡോക്ട്രിൻ അഥവാ മൺറോ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന ഒരു പോളിസി അമേരിക്കയുടേതായിട്ട്. അന്ന് അദ്ദേഹം അമേരിക്കൻ പ്രസിഡൻ്റാണ്. അതിന് പ്രകാരം പുതിയ കോളനിവൽക്കരണങ്ങൾ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ രണ്ടിലും പറ്റില്ല. അതായത് യൂറോപ്പിൽ നിന്ന് പുതിയ രാഷ്ട്രങ്ങൾ വന്ന് ഇല്ല അവിടെ ഉള്ളവർ തന്നെ ഓൾറെഡി ഒന്നും പുതിയ കോളനി ഉണ്ടാക്കാൻ പാടില്ല. അതുവരെയുള്ള കോളനിവൽക്കരണം എന്നുള്ള പരിപാടി അവസാനിപ്പിച്ചുവിടുക. അത് USA എന്ന് പറയുന്ന ഒരു ഏരിയ മാത്രമല്ല, ഒപ്പമുള്ള കാനഡ, മെക്സിക്കോ, ബ്രസീൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥലത്തും പാടില്ല. അങ്ങനെ വന്നാൽ അത് അമേരിക്കയ്ക്കെതിരെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് കണക്കൂട്ടുള്ളൂ. അങ്ങനെ അപ്പം മാത്രമല്ല ഇവിടെ ഉള്ള കുറേ ഈ രാഷ്ട്രങ്ങളുണ്ടല്ലോ, ഇതിൻ്റെ പല ആഭ്യന്തര വിഷയങ്ങളുണ്ടാകും. അതിലും യൂറോപ്പിൽ നിന്ന് ആരും വന്ന് ഇടപെടരുത്. ഇതാണ് 2ാമത്തെ സിദ്ധാന്തം. അപ്പോൾ പുതിയ കോളനികൾ ഉണ്ടാക്കരുത്, യൂറോപ്പ് പുതിയ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് ഇടപെടാനും പാടില്ല. ഇതിന് 3ാമത്തെ സിദ്ധാന്തം എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളത് കൊണ്ട് യൂറോപ്പിൻ്റെ ഒരു കാര്യങ്ങളിൽ ഇവിടുന്ന് അമേരിക്ക ഒന്നും ഇടപെടില്ല. യൂറോപ്പിലെ രാഷ്ട്രങ്ങൾ തമ്മിൽ, ബ്രിട്ടനും ഫ്രാൻസും തമ്മിലോ സ്പെയിനും പോർച്ചുഗലും തമ്മിലോ നിങ്ങളൊക്കെ തമ്മിൽ തെല്ലിക്കും, ഞങ്ങൾ ഒന്നും ഇടപെടുന്നില്ല ഇതൊരു നയം പണ്ടുണ്ടാക്കി. ഇങ്ങനെ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഉണ്ടാക്കിയ ഈ ഒരു നയമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വെനിസ്വേല വരെ വന്ന് നിൽക്കുന്ന അമേരിക്കയുടെ ഇടപെടലിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു മെയിൻലാൻഡ്, കൂട്ടത്തിൽ അലാസ്കയും വേറെ എല്ലാ ദ്വീപുകളൊക്കെ കിടക്കുന്ന ഏരിയ ഉണ്ട്. അതിന് വെളിയിലാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ തെക്കും വടക്കും അമേരിക്ക ഭൂഖണ്ഡങ്ങളുടെ ഈ കോണ്ടിനെൻസിൻ്റെ മറ്റ് രാജ്യങ്ങൾ കിടക്കുന്നത്. പക്ഷേ അവരെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഈ പോളിസി ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെയൊന്നും നിങ്ങൾ വന്ന് ഇടപെട്ടേക്കരുത്, യൂറോപ്പിനോട് പറയുകയാണ്, അതൊന്നും ഇടപെടാൻ പാടില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ആ പ്രദേശത്തെല്ലാം മൊത്തത്തിൽ USA എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു അധികാരം ഉണ്ടെന്നുള്ളതിൻ്റെ നിശബ്ദമായ ആദ്യത്തെ പ്രഖ്യാപനം. അത് നിങ്ങൾ വന്ന് ഇടപെടരുത്. അത് മറ്റ് രാഷ്ട്രങ്ങൾക്ക് ഒരു കണക്കിൽ നന്മയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കാര്യങ്ങളിൽ പുറമേ നിന്ന് യൂറോപ്പ് വന്ന് ഇടപെടണ്ട, അവർക്ക് ഒരു സംരക്ഷണം കിട്ടുന്ന പോലെയാണ്. പക്ഷേ ഇതിന് പിന്നീടൊരു മാറ്റം വന്നു. റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഇതിന് റൂസ്വെൽറ്റ് കൊളോളറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. റൂസ്വെൽറ്റിൻ്റെ ഒരു മാറ്റം, അത് ഇതിലുണ്ടായൊരു പരിണാമം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര പ്രശ്നത്തിൽ യൂറോപ്പ് ഒന്നും ഇടപെടേണ്ടതെന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇടപെടാം, USA ഇടപെടാം എന്നാണ് റൂസ്വെൽറ്റ് വരുത്തിയ മാറ്റം. അപ്പോൾ ഇവിടെയാണ് ആ ചേഞ്ച് വരുന്നത്. അതായത് ജെയിംസ് മൺറോയുടെ സിദ്ധാന്തത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. യൂറോപ്പ് അവിടെ ഒന്ന് ഇടപെടരുത് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഇടപെടും ഇവിടെ എന്നുള്ളൊരു ഈ ഒരു ഇടപെടിയിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ അമേരിക്ക പോലൊരു രാഷ്ട്രത്തിൻ്റെ സ്വന്തം താല്പര്യം നോക്കുമ്പോൾ ന്യായമാണ്. കാരണം അമേരിക്കയുടെ സുരക്ഷ എന്താ, അതിൻ്റെ 2 വശത്തുള്ള വിശാലമായ കടലാണ്. അത് കടന്ന് ചെന്നവരത്തിന് അമേരിക്ക ആക്രമിക്കണമെങ്കിൽ അതിന് ടൈം എടുക്കും. അതിന് പകരം അതിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഏതെങ്കിലും അമേരിക്കയുടെ ശത്രുരാഷ്ട്രം ഒരു കോളനി സ്ഥാപിച്ചാൽ അത് അമേരിക്കയ്ക്ക് വലിയ അടിയാവും. അതായത് സ്വന്തം അയലോക്കത്ത് ശത്രു ഒന്നും ഇതനുവദിക്കാൻ പറ്റില്ല. അപ്പോൾ അത് തെക്കേ അമേരിക്കയിലും പറ്റില്ല, വടക്കേ അമേരിക്കയും പറ്റില്ല, ഒരിടത്തും പറ്റില്ല എന്നാണ് അമേരിക്കയുടെ
കാരണം അത് ഒറ്റ ലാൻഡായിട്ട് കിടക്കുകയാണല്ലോ. തെക്കോ വടക്കോ അമേരിക്ക എന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ ഒരു നീണ്ട ഒരൊറ്റ ലാൻഡാണ്. ഇടയ്ക്കൊരു കനാൽ കൊണ്ട് വിഭജിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഏതെങ്കിലും അങ്ങ് പെറുവിലോ ചിലിയിലോ ബ്രസീലിലോ അർജൻറ്റീനയിലോ എവിടെ ഒരു ശത്രുരാജ്യം വന്നാലും അമേരിക്കയ്ക്ക് പ്രശ്നമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ശത്രു രാജ്യം പതിയെ വന്നു, അത് ചൈനയാണ്. മുമ്പ് ഒരിക്കൽ റഷ്യ ഇടപെട്ടിട്ടുണ്ട്. ഇത് ക്യൂബയിൽ അതെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ക്യൂബയെ കൊണ്ടുപോയി ആണവ മിസൈൽസ് വയ്ക്കുന്ന ഒരു അന്നത്തെ കാലത്തെ ലോകത്തെ വലിയ വിഷയമായിരുന്നു. ഇന്ന് നമ്മൾ കാണുന്നതിലും വലിയ വിഷയമാണ്. അന്നത്തെ പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പ്രതിസന്ധിയാണത്. അത് പിൽക്കാലത്ത് പരിഹരിക്കപ്പെട്ടു. പിന്നെ ഉണ്ടായത് വളരെ നിശബ്ദമായിട്ട് ചൈനയുടെ സാമ്പത്തിക അധിനിവേശമാണ്. ഒട്ടുമിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ചൈനയ്ക്ക് നിക്ഷേപങ്ങളുണ്ട്. ചൈനയ്ക്ക് ലോകം മുഴുവൻ നിക്ഷേപങ്ങളുണ്ട്. അത് ആ രീതിയിൽ തന്നെ പോയിരുന്നെങ്കിൽ വേണ്ടി വന്ന അമേരിക്കയെ നിക്ഷേപത്തിൻ്റെ ഉരുക്കി വേണം ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ചൈനയാണ്. കാരണം അവർക്ക് $20 ട്രില്യൺ GDP ആണുള്ളത്. അമേരിക്കയ്ക്ക് ഏതാണ്ട് 29 ട്രില്യൺ ആണെന്നോ 30 ട്രില്യൺ അങ്ങനെ. അവർ തമ്മിൽ 10 ട്രില്യൺ ഡിഫറൻസേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഇത് ലോകത്ത് മറ്റ് എത്രയോ രാജ്യങ്ങളുടെ GDP കൂടെ കൂട്ടിയാൽ പോലും ഈ രണ്ട് രാജ്യത്തിൻ്റെ ഒപ്പം എത്തൂല. അത്രയും വലുതാണ് ഇവരുടെ സാമ്പത്തിക ശേഷി. ഇപ്പോൾ ചൈന സാമ്പത്തികമായിട്ട് വളർന്നു വരികയാണ്. ഈ വളർന്നു വരുന്ന കൂട്ടത്തിൽ ചൈന നിരവധി ചെറുരാജ്യങ്ങളിൽ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. വെനിസ്വേലയിൽ നടത്തിയിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപങ്ങൾ ലാറ്റിൻ അമേരിക്ക മുഴുവനുണ്ട്. അപ്പം ഇടക്കാലത്ത് ഇത് അമേരിക്ക ശ്രദ്ധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അമേരിക്കയുടെ ചാരസംഘടനകൾ ചിലപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവാം. എങ്കിൽ പോലും അമേരിക്കൻ പൊളിറ്റിക്കൽ തലത്തിൽ അമേരിക്ക ശ്രദ്ധിച്ചില്ല. പക്ഷേ ട്രംപ് വന്നപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ചൈനയായിട്ടുണ്ട്, താരിഫ് യുദ്ധങ്ങൾ, റഷ്യയായിട്ടുണ്ട്, ഇന്ത്യ ആയിട്ടുണ്ട്, എല്ലാവരുമായിട്ടും. ഇപ്പോൾ ട്രംപ് ചിന്തിക്കുന്നത് വേറെ രീതിക്കാണ്. അപ്പോൾ അവിടെ ഒരു ശത്രുക്കൾ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പ്രതിസന്ധി വന്നു എന്ന് ട്രംപ് സ്വയം കൽപ്പിക്കുകയാണ്. ചൈന അത്രയും വലിയ ശത്രുവാണോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. വെനിസ്വേലയിൽ ചൈനയ്ക്ക് നിക്ഷേപങ്ങളുണ്ട്. വെനിസ്വേലയിൽ നിന്ന് പല രാജ്യങ്ങളും ചൈനയും റഷ്യയും ഒക്കെ എണ്ണ എടുക്കുന്നു. അങ്ങനെ എണ്ണ എടുക്കുമ്പോൾ അവിടെ ഡോളറിലല്ല പേയ്മെൻറ്റ്. യഥാർത്ഥ വിഷയം ഇതാണ്. അത് ട്രംപ് കുറേ നാളുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രിക്സ് ഒരു പ്രശ്നമാണ്, ഡോളറൈസേഷൻ അമേരിക്ക ഇല്ലാണ്ടാക്കും. ഇത് രണ്ടും ട്രംപ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ വെനിസ്വേല എണ്ണ വയ്ക്കുന്നത് ഡോളറൈസേഷൻ എന്നുള്ള പ്രക്രിയ കൂടിയാണ്. ഡോളറല്ല, ചൈനീസ് യുവാനിലായിരുന്നു കച്ചവടം. അമേരിക്ക അത് പറ്റത്തില്ല. അപ്പോൾ അമേരിക്കയുടെ തന്നെ തൊട്ടടുത്ത് ഒരു രാജ്യം അമേരിക്ക അനുസരിക്കാതെ അമേരിക്ക എതിരെ നിൽക്കുന്ന രീതിക്ക്. മുമ്പാണെങ്കിൽ വെനിസ്വേലയുടെ എണ്ണ അമേരിക്ക വിറ്റുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് മാറി. അങ്ങനെ മാറിയ ഒരവസ്ഥയിൽ അങ്ങനെ അവർ വളർന്നാൽ അവിടെ ചൈനയ്ക്കോ റഷ്യയ്ക്കോ ആയിരിക്കും ബലം. മാത്രമല്ല ഇന്ത്യ ആണെങ്കിൽ ഇനി വെനിസ്വേലയിൽ നിന്ന് എണ്ണ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മുൻകാലങ്ങളിൽ എടുത്തിട്ടുണ്ട്, ഉപരോധം കാരണം നിർത്തിവെച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന ജെയിംസ് മൺറോയി തുടങ്ങി റൂസ്വെൽറ്റിൽ കൂടെ കടന്നു പോകുന്ന ട്രംപിലെത്തി നിൽക്കുന്നു. ഇതാണ് എൻ്റെ ചരിത്രം. 1823 തുടങ്ങുന്ന ഒരു നയരൂപീകരണവും പിന്നെ ആ നയത്തിലെ പരിണാമവും ഇന്ന് ആ നയത്തിൻ്റെ ആത്യന്തികമായ രാക്ഷസീയ ഭാവവും ഇത്രയും ചേർക്കുമ്പോൾ നമ്മളതിൻ്റെ ചരിത്രമായി. ഇതാണ് ചരിത്രം. അതായത് പക്ഷേ ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അത് ഇന്ത്യയെ സ്വാധീനിക്കുമെന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇന്ത്യയെ മാത്രമല്ല, ലോകത്തെ മൊത്തം സ്വാധീനിക്കും. ഇന്ത്യയെ സ്വാധീനിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ യൂറോപ്പ് പ്രതികരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടമായിട്ടില്ല, അനേകം രാജ്യങ്ങൾക്ക് ഇഷ്ടമായില്ല. കാരണം അവർ നോക്കുന്നത് ജർമ്മനിയൊക്കെ ഇടപെടുമെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ വെറുതെ ഒരു രാജ്യത്തെ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവരൊക്കെ ഇടപെടാൻ കൂടുതൽ വിഷയം വന്നിരിക്കുന്നത് ഗ്രീൻലാൻഡ് അമേരിക്ക ഒക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതിലാണ്. ഗ്രീൻലാൻഡ് ഓൾറെഡി ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. അത് ഡെൻമാർക്കിൻ്റെ കീഴിലാണെങ്കിലും അതൊരു സ്വയംഭരണ പ്രദേശമാണ്. അതിനെ ആ രീതി കാണുന്നതാണ് നല്ലത്. പക്ഷേ വളരെ ജനസംഖ്യ കുറവാണ്. അങ്ങനൊരു സ്ഥലം, എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് അതിന്. അവിടം അമേരിക്ക ഒക്യുപ്പൈ ചെയ്യാൻ നോക്കുന്നു. അമേരിക്കയ്ക്ക് അതിന് രണ്ട് താല്പര്യമുണ്ട്. ഒന്ന് സൈനിക താല്പര്യമാണ്. അതായത് ഉത്തര ധ്രുവത്തിലേക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് എൻട്രി ചെയ്യണം. അപ്പോൾ ഉത്തര ധ്രുവത്തിൽ ആ റൂട്ടിൽ കൂടെ ആയിരിക്കും റഷ്യ അമേരിക്ക ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ആ പ്രശ്നം മുഴുവൻ ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനം, ഒരു റഷ്യൻ മിസൈലിന് ഉത്തര ധ്രുവ മേഖല വഴി അമേരിക്കയെ കേന്ദ്രീകരിച്ച് ആക്രമിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ മുന്നേ കൂട്ടി തടുക്കണമെങ്കിൽ അമേരിക്കയ്ക്കും ഉത്തര ധ്രുവ ഭാഗത്ത് റഷ്യൻ മേഖലയ്ക്കും ഇടയ്ക്ക് അമേരിക്കയ്ക്ക് ഒരു സെൻറ്റർ വേണം. അപ്പോൾ അവിടെ ഒരു സൈനിക കേന്ദ്രം വേണം, റഡാർ നിരീക്ഷണ കേന്ദ്രം വേണം, മിസൈലുകളെ തറക്കാൻ ഒരു സ്ഥലം വേണം. ഇതെല്ലാമാണ് അമേരിക്കയുടെ സൈനികപരമായിട്ടുള്ള ഉദ്ദേശമെങ്കിൽ. മറ്റൊന്ന് സാമ്പത്തികമാണ്. കാരണം റയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന അപൂർവ ധാതുലോഹങ്ങളുള്ള ഒരു സ്ഥലമാണിത്. അവ വേണം എന്നുള്ളത് ചൈനയായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇന്ന് ചൈനയും തായ്വാനും ഇല്ലെങ്കിൽ ലോകത്താരും മൊബൈൽ ഫോൺ വിളിക്കത്തില്ല. അതാണ് സ്ഥിതി. അപ്പോൾ ചൈനയുടെ കയ്യിലാണ് റയർ എർത്ത് എല്ലാം ഉള്ളത്. അത് സംസ്കരിക്കുന്ന വിദ്യ ഏറ്റവും നന്നായിട്ടുള്ളത് ചൈനയ്ക്കാണ്.
ചൈനയും തൈവാനും തന്നാൽ മാത്രമേ ഇന്ന് ആരുടെയും കയ്യിൽ സെമി കണ്ടക്ടർ ഉണ്ടാവുള്ളൂ, ചിപ്പുകൾ, ഈ ടെക്നോളജിയൊക്കെ. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ വൻ ലോക പ്രതിസന്ധി വരും. ഇത് പരിഹരിക്കണമെങ്കിൽ ഇത്തരം സാധനങ്ങളുള്ള ഭൂമികൾ കൈക്കലാകണം. ഇതാണ് അമേരിക്ക ഗ്രീൻലാൻഡിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അത് ട്രംപ് ആകുമ്പോൾ പിന്നെ കാര്യമുണ്ട്, അയാളുടെ ക്രിപ്റ്റോ ബിസിനസ്സും അതുകൂടെ അത് ചേർത്ത് ഓടിക്കാൻ നോക്കും, അയാളുടെ ഫാമിലി ബിസിനസ് അതിനകത്ത് കൊണ്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ നോക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ വരും. പക്ഷേ ഈ ഒരു താല്പര്യം മുന്നിൽ നിൽക്കുന്നു. ഇവിടെയാണ് യൂറോപ്പും അമേരിക്കയും തമ്മിൽ തെറ്റുന്നത്. കാരണം ഒരു യൂറോപ്യൻ രാഷ്ട്രത്തിൻ്റെ കൈവശിരിക്കുന്ന ഒന്നാണ്. അപ്പം യൂറോപ്പിൻ്റെ ആയിട്ടുള്ള ഇടപെടലിൽ രണ്ട് ഭാഗമുണ്ട്. യൂറോപ്പിന് അനുകൂലമായിട്ടൊരു സാധനവും ട്രംപിൻ്റെ നയത്തിലുണ്ട്, എതിരായിട്ടുള്ളതുണ്ട്. അതിൽ എതിരായിട്ടുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡെൻമാർക്കിൻ്റെ ഒരു യൂറോപ്യൻ രാജ്യത്തിൻ്റെ മേഖലയിലേക്ക് അമേരിക്ക അതിക്രമിച്ച് കയറുന്നു. അത് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഭീഷണിയായിട്ട് കാണുന്നു. പക്ഷേ മറുവശത്ത് വെനിസ്വേലയിലെ എണ്ണ അമേരിക്ക ലോകത്തായിട്ട് വിൽക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വെനിസ്വേലയിൽ നിന്ന് പൂർണ്ണമായിട്ട് എണ്ണ എടുക്കാൻ പറ്റിയാൽ, ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വം അതിനെ അനുവദിച്ചാൽ, ആ എണ്ണ യൂറോപ്പിലേക്ക് വിൽക്കപ്പെടും. ഇപ്പോൾ റഷ്യ എന്നാണ് എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. റഷ്യ ഉപരോധം നേരിടുന്നു. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഈ ഉപരോധത്തെ പിന്തുണയ്ക്കുന്നു. പക്ഷേ അവർക്ക് റഷ്യൻ എണ്ണ വേണം. ഇതിനൊരു പരിഹാരമായി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആ എണ്ണ വെച്ചിട്ട് ട്രംപിന് ഇവരുടെ എതിർപ്പിനെ മറികടക്കാൻ പറ്റും, അവരെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ആ എണ്ണയും കൂടെ ഡോളറിൻ്റെ ബേസിൽ കച്ചവടം നടക്കും. അങ്ങനെയെങ്കിൽ അത് റഷ്യയ്ക്കും ചൈനയ്ക്കും എതിരായിട്ടുള്ളൊരു ലിവറേജായിട്ട് അമേരിക്ക ഉപയോഗിക്കാം. എന്നാൽ അത് സാധിച്ചില്ല എന്നിരിക്കട്ടെ, നേരെ തിരിച്ച് വലിയൊരു വിപത്താണ് അമേരിക്ക കാത്തിരിക്കുന്നത്. കാരണം നാറ്റോയിൽ നിന്ന് ഇവരെല്ലാം വിട്ടുപോയെന്ന് വരും. കൃത്യമായിട്ട് എണ്ണയുടെ കാര്യത്തിൽ നയതന്ത്രം ഉണ്ടായില്ല എങ്കിൽ വരാൻ പോകുന്നത് നാറ്റോയിൽ നിന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വിട്ടുപോകും. അമേരിക്കയുടെ നേതൃത്വം അംഗീകരിക്കില്ല. മാത്രമല്ല, ചില രാജ്യങ്ങൾ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റൊരു രാഷ്ട്രത്തിൻ്റെ കൂടെ ചേരും. ഈ നാറ്റോ പൊളിയുമൊന്നും വേറൊരു സഖ്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ആ രാഷ്ട്രം വേറെ ആരുമല്ല, റഷ്യയാണ്. പുടിൻ്റെ ഒപ്പം നിൽക്കാൻ അങ്ങനെയെങ്കിൽ താല്പര്യപ്പെടുന്നു എന്നൊരു ധ്വനി വന്നിട്ടുണ്ട്. കാരണം ഇത്തരം അധിനിവേശങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേരെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വി വിൽ ഗോ വിത്ത് അനദർ പേഴ്സൺ എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ഇതിന് രണ്ട് തലങ്ങളുണ്ട്. അതായത് അമേരിക്കയുടെ സാമ്പത്തിക നയന്ത്രം കൃത്യമായിട്ട് വിജയിച്ചില്ല എങ്കിൽ യൂറോപ്പ് അമേരിക്കയെതിരാവുകയും അവർ പുടിൻ്റെയും റഷ്യയുടെയും ചൈനയുടെ ഒപ്പം പോയി എന്ന് വരും. അങ്ങനെ വന്നാൽ നമുക്ക് നല്ലതാണ്. കാരണം ബ്രിക്സ് നേഷൻസിൻ്റെ ഒപ്പം ഇവർ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ ബ്രിക്സിന് ഇത് പ്രശ്നമാണ്. ഇതെങ്ങനെ ഇന്ത്യയെ ബാധിക്കുമെന്ന് ചോദിച്ചാൽ, കൃത്യമായിട്ട് അമേരിക്ക 3 രാഷ്ട്രങ്ങളെ പൂട്ടിയാൽ എണ്ണ വിൽപ്പനയിൽ, 1 റഷ്യ, 2 ഇറാൻ, 3 വെനിസ്വേല. ഇവർ 3 പേരും ഡോളർ അല്ലാണ്ട് എണ്ണ വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇന്നത്തെ പെട്രോൾ ഡോളർ സമ്പദ് വ്യവസ്ഥ വരാത്ത ആൾക്കാരാണ്. ഈ 3 പ്രശ്നമാണ്. ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ കുടുക്കിയിട്ടിരിക്കുന്നു, ഇറാനിൽ കലാപം നടക്കുന്നു, വെനിസ്വേലയിൽ അതിൻ്റെ നേതാവിനെ മാറ്റി. ഇത് 3 തന്നെ അമേരിക്കയുടെ ബുദ്ധിയാണ്. അമേരിക്കയാണ് ഇതിൻ്റെ പുറകിൽ. അതെന്തിനാണ്? സൗദി അമേരിക്കയും കൂടെ ചേർന്ന് പെട്രോളിയത്തിൻ്റെ വില കൂട്ടാനാണ് നോക്കുന്നത്. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് നടന്നിട്ടില്ല. അതിന് കാരണം റഷ്യയുടെയും ഇറാൻ്റെയും വെനിസ്വേലയുടെ എണ്ണ മാർക്കറ്റിൽ ഇറങ്ങി എന്നുള്ളതാണ്. ഇതെങ്ങനെ നിർത്തിക്കാനാണ് അമേരിക്ക നോക്കുന്നത്? ഇന്ന് നമുക്ക് 105 രൂപ 75 പൈസയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ടാവും. അമേരിക്കയുടെ നീക്കം വിജയിച്ചാൽ അത് 350 രൂപയ്ക്ക് 400 രൂപയ്ക്ക് 500 രൂപയ്ക്ക് മൂടിപ്പോകും. ഇന്ത്യക്കാർ പലരും വെനിസ്വേലയിലെ മാറ്റം കണ്ട് കൈയടിക്കുന്നുണ്ട്, ഏകാധിപതി താഴെ വീണെന്നൊക്കെ പറയും. ഇന്ത്യക്കാരനെ ബാധിക്കുന്ന പ്രശ്നമേ അല്ലത്. ഇത് നമ്മുടെ പ്രശ്നമല്ല. ലോകത്ത് പല ഏകാധിപതികളുണ്ടാകും, അവർ പലതും കാട്ടിക്കൂട്ടും. ഇത് നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം, നമ്മുടെ അരിപ്രശ്നം ആണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പെട്രോളിൻ്റെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം. നാളെ നമ്മളെ ബാധിക്കുമോ? ഇന്ന് 10 രൂപ മിനിമം ചാർജ് കൊടുത്ത് ബസ് കയറി പോകണവന് നാളെ 50 രൂപ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. 105 രൂപയ്ക്ക് പെട്രോൾ അടിക്കണവന് നാളെ 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വേണ്ടി വന്നാൽ ഇന്ന് ട്രംപ് എടുത്തിരിക്കുന്ന നയം ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെയാണ് പാരയാവുന്നത്. അത് ലോകത്ത് മൊത്തം പാരയാവും, ഇല്ലയെന്നല്ല. പക്ഷേ നമുക്ക് തന്നെ പാര, നമുക്ക് വലിയ പാരയാണല്ലോ. ആലോചിച്ച് നോക്കൂ. സ്വർണ്ണത്തിന് വില കൂടിയത് നമ്മളൊന്നും അങ്ങനെ അധികം എല്ലാവരെയും ബാധിക്കില്ല. ശരിയാണ്, വിവാഹം കഴിക്കാൻ പോകുന്നവർ അവർക്കാണ് സ്വർണ്ണം വേണ്ടാന്ന് വയ്ക്കാം. എന്തായാലും സ്വർണ്ണം മേടിച്ച് പെട്രോൾ ടാങ്കിൽ ഒഴിച്ചിട്ടല്ലല്ലോ നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷേ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ മേടിച്ച് ഒഴിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ വില കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ അപകടമാണ്. അതിനൊപ്പം നിൽക്കുന്ന ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ ട്രംപിൻ്റെ ഈ നീക്കം ലോകത്തിനെതിരെയുള്ള നീക്കമാണ്, ലോക ജനതയ്ക്കെതിരെയുള്ള നീക്കമാണ്, പാവപ്പെട്ടവർക്കെതിരെയുള്ള നീക്കമാണ്, ഇവിടുത്തെ ലോകത്തിലെ മുഴുവൻ സാമ്പത്തിക സംവിധാനങ്ങൾക്കെതിരെയുള്ള നീക്കമാണ്. ആകെയുള്ളത് പെട്രോളിയം വിപണനം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ടാക്സിൻ്റെ വഴിയിലും ലാഭത്തിൻ്റെ വഴിയിലും പൈസ കൂടുതൽ കിട്ടുക മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ എല്ലാം ഭാരം താങ്ങാൻ പോകുന്നത് സാധാരണക്കാരനാണ്. ഞാനും നിങ്ങളടങ്ങുന്ന സാധാരണക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് ട്രംപ് ചെയ്തത് ലോകവിരുദ്ധമാണ്, ഇന്ത്യ വിരുദ്ധമാണ്, ബ്രിക്സ് വിരുദ്ധമാണ്, യൂറോപ്പ് വിരുദ്ധമാണ്, ഏഷ്യ വിരുദ്ധമാണ്. അമേരിക്കയും കുറച്ച് പെട്രോളിയം ഉൽപ്പന്ന രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാവർക്കും എതിരായിട്ടുള്ള നീക്കമാണത്.